എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് 5 ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശുക്രനും ശനിയും സൂര്യനും ബുധനും ചൊവ്വയും ഒരു രാശിയിൽ നിന്നാൽ രോഗങ്ങളെ കൊണ്ടും ശത്രുക്കളെ കൊണ്ടും എപ്പോഴും അവശനായിട്ടും സ്ഥാനഭ്രംശവും അധികമായ വിശപ്പുള്ളവനും ആയിത്തീരുമെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ശുക്രനും സൂര്യനും ശനിയും ബുധനും വ്യാഴവും ഒരുമിച്ച് നിന്നാൽ ജാതകൻ തൻ്റെ ബന്ധുക്കളെ സന്തോഷത്തിന് പാത്രവാനായിട്ടും സകല ശാസ്ത്രങ്ങളെയും അറിയുന്നവനായും ധർമ്മിഷ്ഠനും ഗുരുക്കന്മാരുടെ പ്രീതിക്ക് പാത്രീഭൂതനാവുകയും വളരെ ദയാബുദ്ധിയുള്ളവനായിട്ടും ഭവിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജനനസമയം വ്യാഴം, ചൊവ്വ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഇങ്ങനെ 5 ഗ്രഹങ്ങൾ ഏകരാശിയിൽ നിന്നാൽ അപ്രകാരമുള്ള മനുഷ്യൻ നല്ലവനായിരിക്കുമെങ്കിലും അടിക്കടി അമംഗളങ്ങളുടെ അനുഭവക്കാരനായിരിക്കും. ദോഷങ്ങൾ വന്നു ഭവിക്കുമെന്നർത്ഥം. മംഗളമല്ലാത്ത കാര്യങ്ങൾ വന്നു ഭവിച്ചുകൊണ്ടിരിക്കും. ധനവും വിദ്യയും സൗഖ്യവും ഉള്ളവനായും വളരെ പുത്രന്മാരോട് കൂടിയവനായിട്ടും ഭവിക്കും. അടുത്തത് ചൊവ്വ, ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ, ശനി ഇങ്ങനെ 5 ഗ്രഹങ്ങൾ ഏകരാശിയിൽ നിൽക്കുന്ന മനുഷ്യന് ഇരുന്നുണ്ണുന്നവൻ, ഭിക്ഷ എടുക്കേണ്ടിയൊക്കെ വരുന്ന ഒരു ഗതികേട് വരും. വലിയ വേഷത്തോടു കൂടിയവനും തിമിരം എന്ന നേത്രരോഗങ്ങളോട് കൂടിയവനും ബ്രഹ്മജ്ഞാനിയുമായിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളണം. നമ്മൾ ഈ എന്തെങ്കിലും കാര്യം കാണാനായിട്ട് ആൾക്കാരോട് ഇങ്ങനെ എരന്നു വാങ്ങുക, ഭിക്ഷയെടുക്കുന്നതിന് ഞാൻ ഉദ്ദേശിച്ചത് എരന്നു വാങ്ങുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരെ എന്തിനും ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്, അതാണ് അതിൻ്റെ ഫലം. അടുത്ത ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും ചൊവ്വയും നിന്നാൽ അങ്ങനെ ജനിക്കുന്ന മനുഷ്യൻ സൗഭാഗ്യഹീനനായിരിക്കും, വൃത്തികേടും ക്രൂര സ്വഭാവവും ഉള്ളവനായിരിക്കും, പ്രേക്ഷ്യവൃത്തിയോട് കൂടിയവനുമായിരിക്കും എന്നാണ് പറയുക. അടുത്തത് ചന്ദ്രനും വ്യാഴവും ശുക്രനും ശനിയും ചൊവ്വയും കൂടി നിന്നാൽ വളരെയധികം മിത്രങ്ങളുള്ളവരായിരിക്കും. അവർക്ക് ശത്രുക്കൾ തന്നെ യഥാവസരം തൻ്റെ പക്ഷവർത്തികളായി തീരുകയും ചെയ്യും. മാത്രമല്ല ദുസ്വഭാവത്തോടും ഉപദ്രവത്തോടും കൂടിയവനായും വലിയ അഭിമാനിയായും ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്തത് ചന്ദ്രനും ബുധനും ശനിയും വ്യാഴവും ശുക്രനും കൂടെ ചേർന്നാൽ ജാതകൻ തങ്ങളുടെ ബഹുമാനത്തിന് പാത്രീഭൂതനാവും, ഏറ്റവും ഗുണവാനാവും, രാജാവിൻ്റെയോ മന്ത്രിയുടെ അഥവാ രാജാവിന് സമനായോ ഭവിക്കുമെന്നും പറയണമെന്നാണ് പറയുന്നത്. ഹരി ഓം ഹരി.